ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഓവൻ ഇല്ലാത്തവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ വേണം. പിന്നെ 1/2 കപ്പ് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, 1 കപ്പ് പഞ്ചസാര, 4 മുട്ട, പിന്നെ കുറച്ച് വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസും. ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കേക്ക് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആദ്യം തരിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും, 1/2 കപ്പ് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതും, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തരിച്ചിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക, മുഴുവനായിട്ട് അതിൽ മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട്. പൗഡറൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ആയിരിക്കണം, ഇതിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പം ഞാൻ ഈ ബൗളിലേക്ക് ഓരോ എഗ്ഗ് വീതം പൊട്ടിച്ചിടാൻ പോവാണ്. നമ്മൾ എഗ്ഗ് എടുക്കുമ്പോൾ എഗ്ഗ് റൂം ടെമ്പറേച്ചറിലുള്ളതാണെന്ന് ഉറപ്പ് വരുത്തണം. ഞാനിപ്പോൾ 4 എഗ്ഗും ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി കൊടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ബാച്ചായിട്ട് വേണം ചേർക്കാൻ, ഒന്നായിട്ട് ചേർക്കരുത്. ഞാനിവിടെ 3 ഭാഗമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടി ഓരോ ബാച്ചായിട്ട് ചേർത്തെടുക്കാം. ഇത് ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇനി അങ്ങോട്ട് നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഈ റിബൺ ഫോൾഡ് സ്റ്റേജിൽ വേണം നമുക്ക് എഗ്ഗ് ബീറ്റായി കിട്ടാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരൊക്കെ ഫുള്ളായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വാനില എസൻസ് ഒഴിച്ച ശേഷം ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് സ്പീഡ് 1-ൽ ഇട്ടിട്ട് മാത്രമേ ഇനി ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം വാനില എസൻസ് ഒന്നിൽ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലൊന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ആകുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിലും ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ബീറ്റർ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ചായിട്ട് വേണം, ഒരു 3 ബാച്ചായിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയെന്ന് വരില്ല. അപ്പം ഞാൻ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം കേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് നടുവിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം ചെയ്യാൻ, തിരിച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഗ്ഗ് പൊന്തിയതൊക്കെ താന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. ബാക്കി ഇപ്പം മുഴുവനായിട്ടും പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ സോസ് പാനിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനാണ് ഞാൻ അടിയിൽ വെച്ചിട്ട് അതിന് മുകളിൽ സോസ് പാൻ വെച്ചിട്ടാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ സോസ് പാന് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇങ്ങനെ കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മുഴുവൻ ബാറ്ററും ഞാൻ ഈ സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പഴയ ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് ചൂടാക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കാൻ വെച്ചിരുന്നു. ഇനി നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സോസ് പാന് വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്കൊന്ന് അടപ്പ് വെച്ചിട്ട് മൂടിക്കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. നമുക്ക് കേക്കിന് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുക്കുന്നത്.
1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ഐസിങ് ഷുഗർ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് സ്റ്റിഫ് ബേക്കാക്കി ഇതെടുക്കണം. അപ്പം നമ്മളെ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സ്റ്റിഫ് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ക്രീം മറ്റൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ക്രീം ഈ ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇതിന് കേക്കിന് ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രംസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ക്രീമിൽ ഈ ഓറിയോ ക്രംസ് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ക്രീം രണ്ടും ഒന്ന് ഫ്രീസറിലേക്ക് വെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, കാണാൻ കഴിയും. ഇതിപ്പം ഏകദേശം 30 മിനിറ്റ് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ കേക്ക് നമുക്കൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേൺ ടേബിൾ എടുത്ത് വെക്കുന്നുണ്ട്. കേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നൈഫ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേസ് വെച്ചിട്ട് ഇതൊന്ന് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി കേക്ക് ബേസ് ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. ഞാൻ സിമ്പിൾ ഷുഗർ സിറപ്പിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടാണ് ഈ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിതൊന്ന് നനച്ചു കൊടുക്കാം. ഇത് നനച്ചു കൊടുക്കുന്നതുകൊണ്ട് കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാനും ഹാർഡായി പോകാതിരിക്കാനും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. എല്ലാ ഭാഗത്തും ഒന്ന് ഒരേപോലെ ഇതൊന്ന് നനച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രംസ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം കുറച്ചെടുത്തിട്ട് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഒരു ലെയർ ഐസിങ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം നന്നായിട്ടൊന്ന് കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്തതിന് ശേഷം കേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നനച്ച ശേഷം നമുക്ക് കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുക്കാം. ഇപ്പം ഞാൻ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒന്നുകൂടി ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചെറിയ ഫ്ലവർ വരച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഫ്ലവർ വരച്ച് കൊടുത്തതിൻ്റെ മുകളിൽ ഓറിയോ ബിസ്ക്കറ്റ് ചെറുതായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. ഇത് താഴെ ചെറുതായിട്ടൊന്ന് ബോർഡർ വരച്ച് കൊടുക്കാം. ഈ ഒരു നോസിൽ വെച്ച് തന്നെയാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ബോർഡർ ഫുള്ള് ഇപ്പം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ബിസ്ക്കറ്റിൻ്റെ ക്രംസ് വേണമെങ്കിൽ വെതറി കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ മാത്രം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലഭിക്കുന്നതാണ്. പിന്നെ എൻ്റെ